സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഇവൻറ്റിനെ പറ്റിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് ആണ്. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഫയർ ബോൾ ഗ്രാൻഡ് വാർഡിൻ്റെ എബിലിറ്റി, അതുപോലെ എത്ര ടോട്ടൽ പോയിൻറ്റ്സ് എത്ര ഉണ്ടാക്കണം, അങ്ങനത്തെ ഇവൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഫുൾ കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഇവൻറ്റിൽ നമ്മൾ എത്ര പോയിൻ്റ് ഉണ്ടാക്കിയാൽ നമുക്ക് ആക്ച്വലി 3.1K, അതായത് നമ്മുടെ ഫയർ ബോൾ എബിലിറ്റി എടുക്കാൻ വേണ്ടിയിട്ടുള്ള മെഡൽസ് ആവും എന്നുള്ളതാണ്. സോ ഒന്നുമില്ല, സിമ്പിളായിട്ട് നമ്മൾ റിവാർഡ് സെക്ഷൻ്റെ എക്സ്ട്രാ ബോണസ് ടയർ ഒന്നും നിങ്ങൾ അൺലോക്ക് ആക്കണ്ട. ജസ്റ്റ് ആ 10K കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി സിമ്പിളായിട്ട് ആ ഒരു ഗ്രാൻഡ് വാർഡിൻ്റെ എബിലിറ്റി എടുക്കാൻ പറ്റും. ഇനി എക്സ്ട്രാ റിവാർഡ്സ്, അതായത് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ബോണസ് ട്രാക്ക്, അതിൽ നിന്ന് കിട്ടുന്ന റിവാർഡ്സ് എല്ലാം നമുക്ക് ടോട്ടലായിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് എത്ര എത്തണം. സോ അത് വന്നിട്ട് നോക്കുകയാണെങ്കിൽ 30K ആണ് ഇപ്രാവശ്യത്തെ മാക്സിമം എന്ന് പറയുന്നത്. വിത്ത് പ്രൂഫ് ഞാൻ എന്ത് കാണിച്ചു തരാം. നോക്കുകയാണെങ്കിൽ ഇതാണ്, ഞാൻ 30K കംപ്ലീറ്റ് ആയിട്ട് അച്ചീവ് ചെയ്തിട്ടുണ്ട്. സോ കാണിക്കുന്നത് ഇവിടെ ബോണസ് മെഡൽസ് ഒന്നും കാണിക്കുന്നില്ല, അതൊരു ടിക്ക് കാണിക്കുന്നുണ്ട്, ഫുൾ ആൻഡ് ഫുൾ കംപ്ലീറ്റ്. സോ ഇതിലും അഡീഷണൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ വഴിയില്ല, നിങ്ങൾ പോയി ഈവൻ പാസ് ചെയ്യുക. 450 റുപ്പീസാണ് വരുന്നത്. സോ 3 days ടൈം ഉണ്ട്. സോ ആ ടൈമിനോട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതുപോയി ബൈ എടുക്കാം. സോ അത് ചെയ്യാനാണെങ്കിൽ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഫസ്റ്റ് ബോണസ് ട്രാക്ക് ഫുള്ള് കംപ്ലീറ്റ് ആക്കുക, എന്നിട്ട് മാത്രം എടുക്കുക. സോ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അതിനുള്ള റിവാർഡ്സും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ നിങ്ങൾക്ക് കിട്ടും. സോ അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല ബെനിഫിഷ്യൽ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. സോ നെക്സ്റ്റ് നമുക്ക് എത്ര അറ്റാക്ക് കൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റും നമ്മുടെ ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. എത്ര അറ്റാക്ക് കൊണ്ട് നമുക്ക് ആക്ച്വലി 10K എത്തിക്കാൻ പറ്റും, എത്ര അറ്റാക്ക് കൊണ്ട് നമുക്ക് 30K എത്തിക്കാൻ പറ്റും. സോ എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 12-13 അറ്റാക്ക് നിങ്ങൾ 3 സ്റ്റാർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾ ഒരു 13 അറ്റാക്ക് 3 സ്റ്റാർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷുവർലി 10K എത്തും ഗൈസ്. സോ ഏകദേശം ഒരു 40 അറ്റാക്സ് കൊണ്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് 30K എത്തിക്കാൻ പറ്റും. 40 അറ്റാക്സ് പോലും വേണ്ട, ഒരു 35 അറ്റാക്സ് കൊണ്ട് എത്തിക്കാൻ പറ്റും. കാരണം ഒരു അറ്റാക്കിൽ നമുക്ക് ആക്ച്വലി കിട്ടുന്നത് 600 പോയിൻറ്റ്സ് ആണ്. അതായത് ഒരു സ്റ്റാർ അടിക്കുന്നതിന് 200ഉം ആൻഡ് സൂപ്പർ ഡ്രാഗൺ വെച്ചിട്ട് ഒരു സ്റ്റാർ അടിക്കുന്നതിന് 100ഉം, അങ്ങനെ മൊത്തം 300 വെച്ച് കിട്ടും നിങ്ങൾക്ക് ഓരോ സ്റ്റാർ എടുക്കുന്നതിലും. സോ അങ്ങനെ 3 സ്റ്റാർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി 900 കിട്ടും സിംഗിൾ ബാറ്റിൽ. സോ ഒരു ബാറ്റിൽ നിങ്ങൾക്ക് ആക്ച്വലി 900 കിട്ടും. അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 10 അറ്റാക്ക് അല്ലെങ്കിൽ 12 അറ്റാക്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് 10K എത്തിക്കും. സോ ഒരു 35-36 അറ്റാക്കിനോട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് 30K എത്തിക്കാൻ പറ്റും. സോ ഒരു നെക്സ്റ്റ് നമ്മുടെ ഗ്രാൻഡ് വാർഡിൻ്റെ എബിലിറ്റി എങ്ങനെയുണ്ട് നോക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. സോ ഈ ഗ്രാൻഡ് വാർഡിൻ്റെ എബിലിറ്റി വന്നിരിക്കുന്ന ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. സോ ഏരിയ ഓഫ് ടൈൽസ് എന്ന് പറയുന്ന 5 ആണ്. സോ പ്രൊജക്റ്റൈൽ നോക്കുകയാണെങ്കിൽ 2200 ആണ്. ആൻഡ് ഡാമേജ് പെർ സെക്കൻഡ് നോക്കുകയാണെങ്കിൽ 51 ആണ്. സോ നോക്കുകയാണെങ്കിൽ ഞാൻ ആക്ച്വലി 10 ആക്കിയിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് എനിക്ക് ഏരിയ ഓഫ് ടൈൽസ് എന്ന് പറയുന്നത് 5 ആയിരിക്കുന്നത്. സോ നമുക്ക് കിട്ടുമ്പോൾ ആക്ച്വലി അത് 4 ഉണ്ടാകത്തുള്ളൂ. ആൻഡ് ഡാമേജ് നോക്കുകയാണെങ്കിൽ അത് ആക്ച്വലി കുറച്ച് കുറവായിരിക്കും. സോ ആ കാര്യങ്ങൾ അവിടെ കിട്ടട്ടെ. ഫയർ ബോൾ എബിലിറ്റി എങ്ങനെയുണ്ട് കളിപ്പിച്ച് നോക്കിയാൽ എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്ന് ഞാനൊന്ന് പറയാൻ പോകുന്നു. സോ ഒരു രക്ഷയില്ലാത്തൊരു എബിലിറ്റി ഉണ്ട് ഗൈസ്. എന്താ പറയുക, നമ്മൾ കറക്റ്റായിട്ട് ഏത് പ്ലേസിൽ നമ്മൾ ഡിപ്ലോയ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് ആ ഏരിയ മൊത്തം അങ്ങ് എടുക്കാൻ പറ്റും. സോ നമ്മൾ ഇവൻറ്റ് കളിച്ച് നോക്കിയിട്ട് നമുക്ക് ആക്ച്വലി എക്സാക്ട്ലി എങ്ങനെ ഉണ്ടെന്ന് മനസ്സിലാവും. സോ എന്തായാലും കളിക്കാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കളിക്കാൻ അറിയില്ല അങ്ങനെയൊക്കെയുള്ളവരുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അതിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ ജസ്റ്റ് എന്തായാലും കയറി കണ്ടു നോക്കുക ഗൈസ്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ അത് കളിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ച്വലി ഗ്രാൻഡ് വാർഡിൻ്റെ എബിലിറ്റി എങ്ങനെ ഉണ്ടെന്ന് നന്നായി മനസ്സിലാവും. ഫയർ ബോൾ എബിലിറ്റി എത്ര ലെവലിനൊന്നും സ്പെസിഫൈ ചെയ്യുന്നില്ല, പക്ഷേ ഇവന്തോ ഇറ്റ്സ് വർത്തി ഗൈസ്. നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പലർക്കും ഉള്ള ഡൗട്ട് ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ ജെയിൻ ഗോളായിട്ട് പണ്ട് വന്നു പോയി ഇവൻ്റ്, ഇപ്പം ആക്ച്വലി അത് ജംസിന് വന്നിട്ടുണ്ട്. സോ അങ്ങനെ ഇപ്പോൾ നമ്മുടെ ക്വീൻ്റെ ഫ്രോസ്റ്റാറോ അതുപോലെ ഫയർ ബോൾ എബിലിറ്റി, ഇനിയിപ്പോൾ വരാൻ പോകുന്ന ബാക്കി എബിലിറ്റീസ് നമ്മളിപ്പോൾ ഇവൻ്റിൽ നിന്ന് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ആക്ച്വലി എടുക്കാൻ പറ്റുമെന്ന് പലർക്കും ഡൗട്ട് ഉണ്ടാവും. സോ അത് ഉറപ്പൊന്നുമില്ല ഗൈസ്. കാരണം നമ്മൾ ജെയിൻ ഗോളായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല പറഞ്ഞാൽ നമ്മൾ കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പേജിൽ, ഫേസ്ബുക്കിൽ, ക്ലാസ് ക്ലാസ്സിന് മറ്റ് അതായത് ഒഫീഷ്യൽ സൈറ്റ്സിൽ കാര്യങ്ങളൊക്കെ എപ്പോഴത്തേക്ക് നമുക്ക് സ്പാം ചെയ്ത് കമൻറ്റ് ഇടാൻ പറ്റും. അവിടെയൊക്കെ എടുത്തിട്ടു ജെയിൻ ഗോളായിട്ട് വേണം, തിരിച്ചു വേണം, ഷോപ്പിൽ കൊണ്ടുവരൂ, ഇവൻ്റായിട്ട് കൊണ്ടുവരൂ, അങ്ങനെ പല രീതിക്ക് ആക്ച്വലി പലരും കമൻറ്റ് ഇട്ടു. അത് കമൻറ്റിട്ട് ക്ലാസ് ക്ലാൻസിന് തന്നെ അങ്ങ് കൊടുക്കാമെന്നുള്ള തോന്നലായതോളൂ അങ്ങ് എടുത്ത് നമ്മുടെ ഷോപ്പിൽ അങ്ങ് 1500 ഇട്ട് വന്നു. സോ കാരണം 1500 അത് ആക്ച്വലി
വർത്തിയാണ്, പക്ഷെ എങ്കിലും ഇവൻറ്റ് പോയിൻറ്റ്സിൽ മച്ച് മോർ വർത്തി ആയിരുന്നു. പക്ഷെ അതൊന്നും നമുക്ക് ആക്ച്വലി ബുക്ക് ഓഫ് ഹീറോസ് അല്ലെങ്കിൽ ബുക്ക് ഓഫ് ബിൽഡിംഗ് മറ്റു കാര്യങ്ങളൊക്കെ എടുക്കുന്നത് വർത്ത് തന്നെയാണ്. കാരണം അതൊക്കെ ആക്ച്വലി ഷോപ്പിൽ ഏകദേശം ഒരു 1K ആ ഒരു റേഞ്ചിലൊക്കെ ഉണ്ടാവത്തുള്ളൂ. അത് എപ്പോഴൊന്നും അവൈലബിളും ആയിരുന്നില്ല. സോ ആ വക കാര്യങ്ങളായാലും വർത്തി തന്നെ ആയിരുന്നു. സോ ഏതെടുത്തവർക്കായാലും അത്യാവശ്യം നല്ല വർത്തിയായ സംഭവങ്ങളൊക്കെ തന്നെയാണ് എടുക്കുന്നത്. ഇനിയിപ്പോൾ ആക്ച്വലി ഷോപ്പിൽ ഒരു 1500 സെമ്മിൽ അത് വന്നിട്ടുണ്ട്. സോ എന്തായാലും ജസ്റ്റ് എടുത്തേക്കുക. കാരണം ഇനിയിപ്പോൾ അത് എത്ര ദിവസം അതിൽ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകുമെന്ന് അറിയില്ല. ഫസ്റ്റ് ടൈം 1 വീക്ക് വന്നു, അത് എക്സ്റ്റെൻഡ് ചെയ്ത് സെക്കൻഡ് വീക്കാണ്. ഇനി ഓൾമോസ്റ്റ് 2 ഡേയ്സ് എങ്ങാണ്ടുണ്ട് ആക്ച്വലി കംപ്ലീറ്റ് ആവാൻ. സോ അപ്പോൾ ഒന്നും പറയാനുള്ളൂ, ഈ ഇവൻ്റിന് ആക്ച്വലി അത് മിസ് ചെയ്തിട്ട് പിന്നെ വരുമെന്ന് പ്രതീക്ഷിച്ച് വെയിറ്റ് ചെയ്ത് സമയം കളയാതിരിക്കുക. ഇവൻ്റ് എടുക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതെടുത്തേക്കുക. അല്ലെങ്കിൽ ഇവൻ്റിൽ എടുക്കുന്നില്ല, വേറെ എന്തെങ്കിലും വേണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കുക. പിന്നെ ആക്ച്വലി ഈ സംഭവം കിട്ടിയില്ല അവർക്ക് എവിടെയും കംപ്ലൈൻറ്റ് ചെയ്യാതിരിക്കുക. അത്രേ ഉള്ളൂ. സോ അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.